ബന്ധപ്പെടുത്തി നമ്മൾ ചിത്രീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിനും ഉന്നതിക്കും യോജിക്കുന്ന രൂപത്തിൽ അവന് കൈയുണ്ട്, അതേപോലെ തന്നെ അവന് ഐനുണ്ട്, അവന് വജുഹുണ്ട്. അത് ആ ഖുർആനിൽ വന്നതെന്തോ ഹദീസുകളിൽ വന്നതെന്തോ അത് മാത്രം, അത് അങ്ങനെ. ആ കൈയിന് നമ്മുടേതുപോലെ പ്രത്യേകമായ ഘടകങ്ങളുണ്ടോ, അത് അതിന് 5 വിരലുണ്ടോ, അതിന് നഖമുണ്ടോ? ഈ ജാതി ചിന്തകളും ചോദ്യങ്ങളും അത് യുക്തിവാദപരമാണ്. അള്ളാഹുവെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ഒക്കെ അപ്പുറത്താണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. തറാവീഹ് 20 റക്അത്തല്ലേ? സൗദിയിൽ എത്ര റക്അത്താണ് എന്നൊക്കെയാണ് ചോദ്യം. തറാവീഹ് 20 റക്അത്ത് നമസ്കരിക്കുന്നവർ സൗദിയിലുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. തറാവീഹ് 11 നമസ്കരിക്കുന്നവർ സൗദിയിലുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് എത്ര നമസ്കരിച്ചു എന്നാണ് നോക്കേണ്ടത്. സ്വഹീഹുൽ ബുഖാരിയിൽ തറാവീഹ് എന്നൊരു അധ്യായം തന്നെയുണ്ട്. അതിൽ റമദാനാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ 11-ൽ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അസന്നിഗ്ധമായി വന്ന കാര്യമാണ്. എവിടെ ഏത് നമസ്കാരം നടക്കുന്നു എന്ന് നോക്കേണ്ട ബാധ്യത നമുക്കില്ല. പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. 11-ൽ കൂടുതൽ തറാവീഹില്ല, രാത്രി നമസ്കാരമില്ല. മറ്റൊന്ന് സുബഹിലെ ഖുനൂത്ത്, അതേപോലെ നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? സുബഹിൽ മാത്രമായി ഖുനൂത്ത് ഓതുന്ന സമ്പ്രദായം ആരംഭിച്ച ഒരു ചരിത്രം ഹദീസുകളിൽ കാണാൻ കഴിയും. അബൂദാവൂദിന്റെ സുനനിലും തിർമിദിയുടെ സഹീഹിലും ഒക്കെ വന്ന ഹദീസിൽ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോഴല്ല, സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില ആളുകൾ സുബഹിൽ മാത്രമായി ഖുനൂത്ത് ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ട ഒരു വ്യക്തി തന്റെ പിതാവിനോട്, അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, തന്റെ പിതാവിനോട് ചോദിച്ചു, നിങ്ങൾ സ്വഹാബിയാണല്ലോ, നിങ്ങൾ പ്രവാചകന്റെയും അതേപോലെ ഖലീഫമാരുടെയും പിറകിൽ നിസ്കരിച്ച ആളാണല്ലോ, സുബഹിൽ ഇങ്ങനെ ഖുനൂത്ത് ഓതുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ തുടങ്ങിയല്ലോ, ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു, ശരിയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരുടെ ഒക്കെ പിറകിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അവരാരും സുബഹിൽ മാത്രമായി ഖുനൂത്ത് ഓതിയിട്ടില്ല. ഐ ബുനയ്യ ഇന്നഹാ ബിദ്അ, അതുകൊണ്ട് പൊന്നുമോനെ അത് ബിദ്അത്താണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വഹാബിയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്വഹീഹായ ഹദീസുകളിലുണ്ട്. സുബഹിൽ മാത്രം ഖുനൂത്ത് ഓതുന്ന സമ്പ്രദായം ബിദ്അത്താണ്. പിന്നെ അപകട സന്ദർഭങ്ങളിലോ അതേപോലെ തറാവീഹിന്റെ വിത്റിലോ ഒക്കെയുള്ള ഖുനൂത്ത് ഇതിന് അപവാദമാണ്. അത് മറ്റൊരു വിഷയമാണ്, അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ. സുബഹിലെ ഖുനൂത്ത് അത് ബിദ്അത്താണ് എന്ന് ഹദീസ് തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കണം. കൂട്ടുപ്രാർത്ഥന അത് ഇസ്ലാമിക മാതൃകയില്ലാത്തതാണ്. ഒരാൾ പ്രാർത്ഥിച്ച് എല്ലാവരും ആമീൻ പറയുന്നതിന് പകരം എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം, നിസ്കരിക്കുന്നതിന് മുമ്പും നിസ്കരിക്കുന്നതിന് ശേഷവും ഒക്കെ തന്നെ അവനവന്റെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണത്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയുക എന്നല്ലാതെ എന്താണ് അയാൾ പ്രാർത്ഥിച്ചത് എന്നറിയാതെ നിർജീവമായ ആമീൻ പറയുന്ന ഒരു സമ്പ്രദായം, അതും ഒരു പൗരോഹിത്യത്തിന് വളരാനുള്ള ഒരു വഴി മാത്രമാണ്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ച് ആമീൻ പറയുന്ന ഒരു സമ്പ്രദായം നമസ്കാരത്തിന് ശേഷം ഉണ്ടായതായി ഇസ്ലാമിൽ നമുക്ക് തെളിവിൽ കാണാൻ കഴിയില്ല. നേർച്ചകളെ കുറിച്ച്, അത് പാടുള്ളതും പാടില്ലാത്തതും ഏത്? നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. സുന്നത്തായ ഒരു കാര്യം, കൂലി കിട്ടുന്ന ഒരു കാര്യം ഞാൻ എന്തായാലും ചെയ്യും എന്ന് തീരുമാനിക്കലാണ് നേർച്ച. സുന്നത്ത് നിസ്കാരം, അതേപോലെ സ്വതക്ക, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഖുർആൻ പാരായണം, ഇങ്ങനെയുള്ള ഫർളല്ലാത്തൊരു പ്രവർത്തനം, എന്നാൽ കൂലി കിട്ടുന്ന ഒരു പ്രവർത്തനം, അതേതായാലും ഞാൻ ചെയ്യും എന്നൊരാൾ തീരുമാനിച്ചാൽ, അത് ഒരു പുണ്യപ്രവർത്തനം ചെയ്താൽ അതിനാണ് നേർച്ച എന്ന് പറയുക. നേർച്ച ഇസ്ലാം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു പുണ്യം ഒരാൾ ചെയ്താൽ അതിന് കൂലി കിട്ടും. അത് നേർച്ചയാക്കിയാൽ ഫർള് പോലെയാണ്, ഏതായിരുന്നാലും ചെയ്യണം. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നേർച്ചയാക്കാറുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, അതേപോലെ മമ്പറം തങ്ങളുടെ പേരിൽ, ഉള്ളാൾ തങ്ങളുടെ പേരിൽ, ഇങ്ങനെയൊക്കെ ആടിനെയും കോഴിയെയും അതേപോലെ അരിയും പണവും ഒക്കെ നേർച്ചയാക്കുന്ന സമ്പ്രദായമുണ്ട്. അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നേർച്ച നേർന്നാൽ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയാൽ അത് ശിർക്കാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പേരിൽ തന്നെ ഫർളായ ഒരു കാര്യം നേർച്ചയാക്കണ്ട. ഞാനിന്ന് മഗ്രിബ് നിസ്കരിക്കും അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കും, അത് നേർച്ചയാക്കേണ്ട കാര്യമില്ല, അത് ഏതായാലും ചെയ്യേണ്ടതാണ്. എന്നാൽ ഞാനിന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിക്കും, അത് നേർച്ചയാക്കിയാൽ അയാൾക്കത് ചെയ്യൽ ബാധ്യതയാണ്, അല്ലെങ്കിൽ കുറ്റം കിട്ടും. അതാണ് നേർച്ചയെക്കുറിച്ച് പറയാനുള്ളത്. ഇസ്ലാം അനുവദിച്ച പുണ്യകർമ്മങ്ങൾ മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ. ഹറാമായ കാര്യങ്ങളോ അതേപോലെ തന്നെ ഫർളായ കാര്യങ്ങളോ നേർച്ചയിൽ ഉൾപ്പെടുത്താൻ പറ്റിയതല്ല. ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ കുറച്ച് ദൂരെ നിൽക്കുന്നുണ്ട്, വെയിലത്തിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അയാളോട് പറഞ്ഞു, എന്താണ് അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് മുന്നോട്ട് കടന്നു വരാൻ പറഞ്ഞു. അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, അദ്ദേഹം ഇന്ന് മിണ്ടുകയില്ല എന്നൊരു നേർച്ചയുണ്ട്.
അങ്ങനെ മിണ്ടാതിരിക്കുന്നതിന് ഇസ്ലാമിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേർച്ച പാടില്ല. അയാളോട് സംസാരിക്കാൻ പറഞ്ഞു. എന്നിട്ടും അയാൾ മുന്നോട്ട് വരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെയിലത്ത് നിൽക്കുമെന്നൊരു നേർച്ച ഉണ്ട്. വെയിലത്ത് നിൽക്കുക എന്നുള്ളത് ഒരു പുണ്യപ്രവർത്തനമല്ല, അതുകൊണ്ട് ആ നേർച്ചയും വീട്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ. എന്നാൽ നോമ്പ് നോൽക്കുമെന്നാണ് നേർച്ചയെങ്കിലോ അത് പൂർത്തീകരിച്ചു കൊള്ളാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുകയും ചെയ്തു. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള കാര്യം. മറ്റൊന്ന്, ആത്മീയ സായുജ്യത്തിന്റെ ഒരു നല്ല തലമാണല്ലോ സൂഫിസം. തരീഖത്തുകളും സൂഫികളും നയിക്കുന്നത് പ്രശാന്തസുന്ദരമായ ഒരു മാനസികാവസ്ഥയിലേക്ക്, ലോകത്തേക്കുമല്ലേ. പ്രശാന്തസുന്ദരമായ മാനസികാവസ്ഥ ചിലപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചാലും കിട്ടിയെന്ന് വരും, അത് ചിലപ്പോൾ കള്ളു കുടിച്ചാലും കിട്ടിയെന്ന് വരും. ഇസ്ലാമിൽ എന്താണ് സമാധാനം? അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട്, ഖുർആനും ദിക്റുകളും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളും ആ ദിക്റുകൾ കൊണ്ട് മാത്രമാണ് സമാധാനം കൊള്ളേണ്ടത്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഗ്രീക്കിൽ നിന്നും അതേപോലെ ഇന്ത്യൻ അദ്വൈത ചിന്തയിൽ നിന്നുമൊക്കെ സങ്കരമായി ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഷിയാക്കളിലൂടെ ഉത്ഭൂതമായ ഒരു ഷിഈ പണ്ഡിതനാണ് ആദ്യമായി തരീഖത്ത് എന്ന ചിന്തയുണ്ടാക്കുന്നത്. അള്ളാഹുവെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് തന്നെ തെറ്റാണ്. അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല, അതാണ് അവരുടെ തത്വം. എല്ലാം അള്ളാഹു. അതിന് അദ്വൈതം എന്നാണ് പറയുക. അദ്വൈതം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അള്ളാഹു ഉണ്ട്, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുമുണ്ട്. സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവായ അള്ളാഹു വ്യത്യസ്തനാണ്. എല്ലാം അള്ളാഹു ആണെന്നോ അള്ളാഹുവിന്റെ ഒളിയാണെന്നോ നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കലാണോ എന്നോ ഒക്കെയുള്ള ലക്ഷ്യമാണ് ഏത് തരീഖത്തുകാർ പരസ്പരം ആക്ഷേപിക്കുന്നവരും കുഫർ ആരോപിക്കുന്നവരുമാണെങ്കിലും അടിസ്ഥാനപരമായി തരീഖത്തിന്റെ ഒക്കെ ആധാരം സൃഷ്ടികൾ സൃഷ്ടാവിന്റെ തന്നെ ഭാഗമാണ് എന്ന അദ്വൈതമാണ്. വഹദത്തുൽ വുജൂദ് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഒരു പിഴച്ച തത്വം. അതുകൊണ്ട് അത് കേൾക്കാൻ നല്ല ഹരമായിരിക്കും, അതിന് നല്ല ആനന്ദമുണ്ടാകും. പക്ഷേ പ്രയോഗ ജീവിതത്തിൽ അതിന് അർത്ഥമില്ല. നന്മ തിന്മകളെ വ്യവച്ഛേദിക്കാൻ ഇത്തരം വിശ്വാസങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശുദ്ധമായ നിർമ്മലമായ ആദർശത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ പിശാചുണ്ടാക്കിയ പൈശാചിക അനുഭൂതി മാത്രമാണ് ത്വരീഖത്തുകാരായ മുഴുവൻ ആളുകളുടെ കയ്യിലും ഉള്ളത്. ത്വരീഖത്തിന്റെ ചിന്ത ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു ചോദ്യം, 313 വക പോലുള്ള മാലമൗലൂദുകളുടെ ഏടുകൾ പ്രസിദ്ധീകരിക്കുന്നത് മുജാഹിദ് പ്രസാധനശാലകളും പ്രസ്സുകളുമാണ്. ഇതെന്തുകൊണ്ട്? മുജാഹിദുകൾ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു പ്രസ്സിൽ നിന്ന് ഈ കുഫറും ശിർക്കും ബിദ്അത്തും ഒക്കെ അടങ്ങുന്ന ഏടുകൾ ഉണ്ടാക്കാറില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രസ് നടത്തുന്നയാള് പിന്നീട് മുജാഹിദായിട്ടുണ്ടോ അത് വേറെ കാര്യമാണ്. ഇനി മുജാഹിദ് ആയതിനു ശേഷവും ഇങ്ങനത്തെ വല്ല ഏടുകളും ആരെങ്കിലും അച്ചടിക്കുന്നുവെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടതാണ്, അയാൾ തിരുത്തേണ്ടതാണ്. ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ബിദ്അത്തുകളും ശിർക്കും കുഫറും കലർന്ന ഏടുകൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയില്ലെന്ന് മാത്രമല്ല, എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അത് കത്തിച്ചു കളയുക എന്നല്ലാതെ അച്ചടിച്ച് വിതരണം ചെയ്യാൻ മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ബോധവാനല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. മറ്റൊന്ന്, സ്ത്രീ പള്ളിപ്രവേശത്തെക്കുറിച്ച് മുമ്പ് മുജാഹിദുകളുടെ നിലപാട് മുബാഹാണെന്നും ഇപ്പോൾ അത് മാറ്റിയെന്നും കേൾക്കുന്നു. മുമ്പും ഇന്നും സ്ത്രീ പള്ളിപ്രവേശത്തെ സംബന്ധിച്ച് ഒരേ നിലപാട് തന്നെയാണ്. അന്നും പറഞ്ഞത് മുബാഹാണെന്നാണ്, ഇന്നും പറഞ്ഞത് മുബാഹാണ് എന്നാണ്. മുബാഹിന് വേറെയും പര്യായങ്ങളൊക്കെയുണ്ട്. മുബാഹി എന്നാൽ ഹലാൽ എന്നാണ് അർത്ഥം, അനുവദനീയമെന്നാണ് അർത്ഥം. അതായത് സ്ത്രീകൾ പള്ളിയിൽ പോകൽ അനുവദനീയമല്ല, അത് ഹറാമാണ് എന്ന് ചില പുരോഹിതന്മാർ വാദിക്കുമ്പോൾ, ഹറാമാണ് എന്ന് പറയുമ്പോൾ ഹറാമല്ല, അത് ഹലാലാണ് അല്ലെങ്കിൽ മുബാഹാണ് എന്ന് പറയും. അതേ സമയത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന്റെ പ്രത്യേകമായ പുണ്യം അത് സ്ത്രീകൾക്കുമുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോ കാൽപാദങ്ങൾ വെക്കുമ്പോഴും അവൻ ഒരു നന്മ രേഖപ്പെടുത്തപ്പെടും, ഒരു പദവി അവന് ഉയർത്തപ്പെടും, അതേപോലെ ഒരു പാപം മായ്ക്കപ്പെടും. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ പള്ളിയിലേക്ക് വരുന്ന പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ലഭിക്കും. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണ്, അതോടൊപ്പം പുണ്യമാണ് എന്നുള്ളതാണ് എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മറ്റൊരു ചോദ്യം, കിങ് ഫൈസൽ അവാർഡ് മൗദൂദിക്ക് കിട്ടിയിട്ടില്ലേ എന്നാണ് ചോദ്യം. അത് മൗദൂദിക്ക് മാത്രമല്ല, മൗദൂദിയുടെ ആദർശങ്ങളെ അതിനിശിതമായി വിമർശിച്ച അബുൽ ഹസൻ അലി നദ്വിക്കും കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് അവാർഡ് എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് വരും, അയാളെ പൂവനും പിടയും ഒക്കെ തിരിയുന്നതിന് മുമ്പ്. എവിടെ നിന്നെങ്കിലും അവാർഡ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു വ്യക്തിയെ അളക്കാനുള്ള മാനദണ്ഡം, മറിച്ച് ആ വ്യക്തി ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അത് പ്രമാണവുമായി ബന്ധപ്പെടുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. അബുൽ അഅ്ല മൗദൂദിയുടെ ആദർശം അഹ്ലുസുന്നത്തുമായി എന്നതിനേക്കാളേറെ അഹ്ലുശിയത്തുമായി ബന്ധം പുലർത്തുന്നത് കൊണ്ട് തന്നെ വർജ്യമാണ്. അത് തീവ്രവാദ ചിന്തകളിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ഇഖ്വാനി സഹയാത്രികനായ ഫഹ്മി
റാമി ഹുബൈദിയെ പോലുള്ള ആളുകൾ തന്നെ അബുൽ അഅ്ല മൗദൂദി ആവിഷ്കരിച്ച ഹാക്കിമത്തുള്ള സിദ്ധാന്തമാണ് ഇന്തോനേഷ്യ മുതൽ അൾജീരിയ വരെയുള്ള